മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധാരാളം വിഷയങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ധാരാളം വ്യക്തികൾ ഇമെയിൽ വഴിക്കും ഫോൺ വഴിക്കും ചോദിക്കാറുണ്ട്. അപ്രകാരമുള്ള വിഷയങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം നിരന്തരമുള്ള യാത്രയായിരുന്നു. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പലതും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ദേശീയ ദിനപത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന മാതൃഭൂമി പത്രത്തെക്കുറിച്ച് പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിൽ കുറേ ദിവസങ്ങളായി പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെയെല്ലാം കേൾക്കാൻ സാധിക്കുന്നത് ഒരു പത്രം ഒരു ദിശയിലൂടെ മാത്രം കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഏത് കാര്യങ്ങൾക്കും രണ്ടു വശമുണ്ട് എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാതെ ഒരു നിഴൽ യുദ്ധം പോലെ ഹൈന്ദവ സംസ്കാരത്തിനും ഈ നാടിൻ്റെ പൈതൃകത്തിനും എതിരായി തന്നെ എഡിറ്റോറിയലും ആർട്ടിക്കിളും ലേഖനങ്ങളും അതുപോലെ വായനക്കാരുടെ കത്തുകളും അതുപോലെ ഈ സംസ്കാരത്തിനെതിരെയുള്ള വാർത്തകളും വളരെ ശക്തമായ രീതിയിൽ ആരോടൊക്കെയോ പ്രതിഷേധം തീർക്കാൻ എന്ന രീതിയിൽ ഈ പത്രത്തിൽ വരുന്നൊരു കാഴ്ച അത്ഭുതകരമായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. അതിൽ 3 കാര്യങ്ങൾ അടുത്ത കാലത്ത് നടന്നത് ഞാൻ യൂട്യൂബിലൂടെ നിരന്തരം പറയാറുള്ളത് തന്നെയാണ്. ഇപ്പോ നടക്കുന്ന ഈ ഘർ വാപസി എന്ന പരിപാടി അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതാനും സ്ഥലത്ത് 2, 3, 5, 10 പേര് ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നതായിട്ടുള്ളൊരു വാർത്ത, ആ വാർത്തയെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാതൃഭൂമി പത്രവും പള്ളിക്കാരും മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് പ്രതികരിച്ച് കണ്ടില്ല. എന്ത് തരത്തിലുള്ള ആക്രോശമാണ് നടക്കുന്നത്? ഈ ഘർ വാപസി എന്ന പരിപാടിക്ക് 2 വശമില്ലേ? ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യമാണെന്നും തിരിച്ചു കൊണ്ടുവരുന്നതാണ് അപകടമെന്നും പറയുന്നത് എത്ര യുക്തിഹീനമാണ്. ഹിന്ദുക്കളെ അങ്ങോട്ട് മതം മാറ്റാം, ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ച് മാതൃഭൂമിയോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒരെതിരഭിപ്രായമില്ല. മതപരിവർത്തനത്തിനെ അവർ തടയാനും തയ്യാറില്ല. മതപരിവർത്തന നിരോധന ബില്ല് ഒരു കാരണവശാലും അംഗീകരിക്കുകയുമില്ല. ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യവും വേണം, തിരിച്ചു കൊണ്ടുവരാൻ ഒരു സ്വാതന്ത്ര്യവും വേണ്ട എന്ന് മാതൃഭൂമിയിലെ എഡിറ്റോറിയൽ പോലെയുള്ളവർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ബുദ്ധിജീവികളുമെല്ലാം ആക്രോശിക്കുമ്പോൾ, ആ ഗർവാപസിയിലെ ഹിന്ദുക്കളെ ആർക്ക് വേണമെങ്കിലും മതപരിവർത്തനം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാം, ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ ഭാരതത്തിന്റെ മതേതര മൂല്യങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന രീതിയിലാണ് ഈ വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇവരെ എല്ലാവരും ഒരു വശമേ ചിന്തിക്കുന്നുള്ളൂ, മറുവശം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
ഇതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയത് തന്നെയാണ്. ഭാരതത്തിലെ ശാസ്ത്ര പൈതൃകം അത് പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ളതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ ശാസ്ത്ര പൈതൃകമുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നീചവും നിന്ദ്യവുമാണ് എന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും അതിനെ ന്യായീകരിക്കരുതെന്നും ഭാരതത്തിൽ ശാസ്ത്രമില്ലായിരുന്നു എന്നും അതിശക്തമായ എഡിറ്റോറിയൽ എഴുതിയവരുടെ മനസ്സിൽ സ്വന്തം മാതാവിനെ, സ്വന്തം മാതൃരാജ്യത്തിന്റെ പൈതൃകത്തെ മാതൃഭൂമിയിലുള്ളവർക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ ധരിക്കുന്നത് തെറ്റാണ്. ഇനി ഇവിടുത്തെ ബുദ്ധിജീവികളും കമ്മ്യൂണിസ്റ്റുകാരും എന്നും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാടിന്റെ ശാസ്ത്ര പൈതൃകത്തെക്കുറിച്ച് അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ നാടിന് പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ അല്ലെങ്കിൽ വേദങ്ങളിലോ ഉള്ള ശാസ്ത്ര പൈതൃകത്തെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. മറിച്ച് ശുദ്ധ ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, രസതന്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഇവയെല്ലാം കാണിച്ചുകൊണ്ട് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടെ മാതൃഭൂമിക്ക് അയച്ചപ്പോ ആ രണ്ടു വശം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമുള്ള ശാസ്ത്രം എടുക്കേണ്ട, യഥാർത്ഥ ശാസ്ത്ര ഗ്രന്ഥത്തിലുള്ള ശാസ്ത്രമാണ് എടുക്കേണ്ടത് എന്ന് എഴുതാതെ ഈ നാട്ടിൽ ഒരു ശാസ്ത്രവുമില്ല ഉള്ളതിനെ ന്യായീകരിക്കുന്നത് ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ബുദ്ധിജീവികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഒപ്പം മാതൃഭൂമി നിന്നപ്പോ അത്ഭുതം തോന്നി. ഞാൻ മാതൃഭൂമി എന്ന് പറയുമ്പോൾ ഒരു പത്രത്തിനെതിരെ പറയുകയല്ല. ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു വാർത്ത ഒരു വശം മാത്രം നോക്കിയിട്ട് മതപരിവർത്തനത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എന്തു വേണമെങ്കിൽ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, ഹിന്ദുക്കൾ ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരരുത്, തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇവിടെ മതേതരത്വ മൂല്യങ്ങൾക്ക് ഭീഷണി, അതേപോലെ ഇവിടെ ഒരു ശാസ്ത്രവും ഇല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ്. എന്തെങ്കിലും ശാസ്ത്രമുണ്ട് ഇവിടെ, സാങ്കേതിക വിദ്യകൾ ഇവിടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതെന്തോ മഹാപാതകവും അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയുമാണ് എന്ന രീതിയിൽ. ഇതേപോലെ മൂന്നാമത്തെ ഒരു വശമുണ്ട്, ചുംബനത്തെക്കുറിച്ച്. വെട്ടുവഴിയിലൂടെ നടക്കുന്ന പെണ്ണിനെ ആണുങ്ങൾക്ക് ചുംബിക്കാൻ അവകാശമുണ്ട്, മറ്റുള്ളവർക്ക് എത്തി നോക്കാൻ അവകാശമില്ല. സദാചാര പോലീസ് ആവാൻ ചൂരലോ വടിയോ കൊണ്ട് നിൽക്കുന്നവരെ എതിർക്കുന്ന അതേ ആത്മാർത്ഥതയോടുകൂടി വഴിയിൽ ചുംബിച്ചുകൊണ്ട് നടക്കുന്നതും എതിർക്കേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തെ വശം മിണ്ടാതെ അമ്മയെ കുട്ടി ചുംബിക്കാറുണ്ട്, കുട്ടി അമ്മയെ ചുംബിക്കാറുണ്ട്, പാത്രിയാർക്കീസിനെയും ബിഷപ്പിനെയും മെത്രാനെയും അവരുടെ കുഞ്ഞാടുകളെ ചുംബിക്കാറുണ്ട്, ഭൂമിയെ മനുഷ്യന് ചുംബിക്കാറുണ്ട്, കാർ ഓടിക്കുന്നതിന് മുമ്പ് സ്റ്റിയറിംഗ് ചുംബിക്കാറുണ്ട്, ലെയ്ത്ത് ഓടിക്കുന്നതിന് മുമ്പ് ലെയ്ത്ത് ചുംബിക്കാറുണ്ട്. അതുകൊണ്ട് ആ എഡിറ്റോറിയൽ എഴുതിയ ആളുടെ ഭാര്യയെയും ചുംബിക്കാം, മകളെയും ചുംബിക്കാം, വഴിയെ കൂടെ പോകുന്ന ആരെയും ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെതിരെ പ്രതിഷേധിക്കാനാണ് സ്വാതന്ത്ര്യമില്ലാത്തത്. എന്തൊരു അബദ്ധാണ്. ഏതായാലും KR ഗൗരിയമ്മയും സിനിമാ നടി ശോഭനയും അതേപോലെ പിണറായി വിജയൻ സാറും എല്ലാവരും അതിശക്തമായിട്ട് എതിർത്തപ്പോ ഇപ്പൊ മാതൃഭൂമി ചുംബനത്തെ സ്പോൺസർ ചെയ്യുന്നില്ല. കോട്ടയത്തെ മാതൃഭൂമിയിലെ പ്രവർത്തകരെ വിളിച്ച് ചോദിച്ചപ്പോ അവര് പറയുന്നത്, സാറേ ഈ ചുംബനത്തെക്കുറിച്ച് മാതൃഭൂമി എഴുതുന്നത് വായിക്കുമ്പോ സത്യത്തില് എല്ലാവരും ചോദിക്കുന്നത് ചുംബന സമരം മാതൃഭൂമിയാണോ സ്പോൺസർ ചെയ്യുന്നത് എന്നാണ്. നാണക്കേടാണ്. എന്തു പറയാൻ സാധിക്കും സാറേ, ചിലരുടെ കയ്യിലുള്ള താല്പര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കാം, സദാചാര പോലീസിനെതിരെയാണ് മാതൃഭൂമി പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ രണ്ടാമത്തെ വശത്തിനെതിരെയും കൂടി പ്രവർത്തിക്കണ്ടേ? വെട്ടുവഴിയിലൂടെ ചുംബിച്ചുകൊണ്ട് നടക്കുന്നതല്ല ചുംബനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഒരു സ്ത്രീ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടമുള്ളവരെ ചുംബിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൽ നിങ്ങളാരാ എത്തി നോക്കാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ളവരെ ചുംബിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അത് എത്തി നോക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുണ്ട്. അല്ലെങ്കിൽ ചുംബിക്കേണ്ടത് അവനവന്റെ കിടപ്പറയിലാണ്, നടുറോട്ടിൽ വന്നിട്ടല്ല.
ഈ ചുംബന സമരത്തെ ന്യായീകരിച്ചവര് അവരുടെ മകളെയും ഭാര്യയെയും സഹോദരിയെയും മറ്റുള്ളവർ ചുംബിക്കുന്നത് സപ്പോർട്ട് ചെയ്യുമോ? അതുപോലെ തന്നെ മതപരിവർത്തനത്തെ എതിർക്കുന്നവര് അവനവന്റെ ഭാര്യയും മകളും മകനും മറ്റു കുടുംബാംഗങ്ങളും അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുമോ ഇല്ലയോ? അവനവന്റെ മകനും അവനവന്റെ മകളും വീട്ടുകാരും നമ്മുടെ നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് അതിന്റെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ച് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയില് ഒരു ഗീ വർഗീസ് നമ്മുടെ കരണപദ്ധതി എന്ന പുസ്തകത്തില് പുതുമന സോമയാജി 650 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകം കരണപദ്ധതിയിലും അതേപോലെ തന്നെ യുക്തിചിന്ത എന്ന് പറയുന്ന സംഗമഗ്രാമ മാധവാചാര്യൻ എഴുതിയ പുസ്തകത്തിലുമുള്ള ഈ കാൽക്കുലസിനെ കുറിച്ച് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റില് അപ്ലോഡ് ചെയ്തത് ഏറ്റവും പ്രസിദ്ധമായ രീതിയിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതാണ്. നമ്മുടെ നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് അതേ മാതൃഭൂമിയാണ് ഈ നാടിന്റെ പൈതൃകമൊന്നുമില്ല എന്ന രീതിയിൽ എഡിറ്റോറിയൽ എഴുതുന്നത്. ഇവർക്ക് രണ്ടു വശവും കാണാൻ പറ്റാതെ പോകുന്നത് ഇവിടെ ചുംബനം നടത്തിയില്ലെങ്കിൽ, ഇവിടെ നാടിന്റെ പൈതൃകത്തിൽ ശാസ്ത്രമുണ്ടെന്ന് പറഞ്ഞാല്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഈ ക്രിസ്ത്യാനിയിലേക്ക് മതപരിവർത്തനം നടത്താൻ അനുവദിക്കുകയും തിരിച്ച് മതപരിവർത്തനം നടക്കുന്നത് എതിർക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടെ RSSകാരും BJPക്കാരും കൊടികുത്തി വാഴും എന്ന ഏതാണ്ട് ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്നതിന് വേറെ ഏതോ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ കാണാതെ, യാഥാർത്ഥ്യങ്ങളുടെ രണ്ടു വശത്തില് രണ്ടിനെയും എതിർക്കണമെങ്കിൽ എതിർക്കാതെ, അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കാതെ, എതിർക്കേണ്ട ആവശ്യമില്ലാത്തതിനെ എതിർക്കുന്ന ഒരു പ്രവണത ബുദ്ധിജീവികളുടെയും യുക്തിവാദികളുടെയും പത്രമാധ്യമങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ഒരു രാഷ്ട്രം എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി ദൂരെ മാറി നിന്ന് നോക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ദൂരെ മാറി നിന്ന് നോക്കേണ്ട ഗതികേട് വരുന്നു. ഏതായാലും ഈ യൂട്യൂബ് കാണുന്നവര് ഈ രണ്ടു വശവും ഏതിനുമുണ്ട്. അതായത് ചുംബന സമരവും തെറ്റാണ്, അതിനെ ആയുധം ഉപയോഗിച്ചോ മസിൽ പവർ ഉപയോഗിച്ചോ തടയാൻ സദാചാര പോലീസ് ആവുന്നതും തെറ്റാണ്. 2, ഈ നാട്ടിലെ രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണത്തിലും അല്ല ശാസ്ത്രമുള്ളത്. അതിൽ ശാസ്ത്രമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട. ശുദ്ധ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ശാസ്ത്രമില്ല എന്ന് പറയുന്നത് 100% തെറ്റാണ്. അതേപോലെ ക്രിസ്തുമതത്തിലേക്ക് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതപരിവർത്തനം നടത്തുന്നത് 100% തെറ്റാണ്. എല്ലാവിധത്തിലുള്ള മതപരിവർത്തനത്തെയും നിരോധിക്കേണ്ടതാണ്. മറിച്ച് ഇങ്ങോട്ടുള്ളതിനെ മാത്രം നിരോധിക്കേണ്ടി വരിക, എതിർക്കുന്ന ഒരവസ്ഥ ഈ പത്രമാധ്യമങ്ങൾ നടത്തുമ്പോൾ എന്തോ ഒരു പ്രത്യേക ദുരുദ്ദേശം അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് വളരെ വ്യക്തമാണ്. BJPയും RSSും ശക്തമായാൽ ഭാരതത്തിൽ ഇരിക്കപ്പുറതിയില്ല എന്ന ധാരണ വരുത്താൻ വേണ്ടി അസത്യവും അധർമ്മവും അനീതിയും അന്യായവും മാത്രം ഇവിടുത്തെ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും പത്രമാധ്യമങ്ങളും ചെയ്യുമ്പോൾ 17% 20% 25% കൂടെ ഉള്ളവർ ചോർന്നു പോകുന്നതും, അല്ലെങ്കിൽ മാതൃഭൂമി പത്രം വാങ്ങിക്കുന്നവർ പിന്നീട് മറ്റു പത്രത്തിലേക്ക് പോകുന്നതുമെല്ലാം ഒരു യഥാർത്ഥത്തിന്റെ ലെവലിലേക്ക് എത്തുമ്പോൾ അന്ന് ഇവരെല്ലാം കരയേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.